ഹലോ ഫ്രണ്ട്സ്. കഴിഞ്ഞ ദിവസം പനിയുടെ പ്രശ്നം കാരണം എനിക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ല ചില കാര്യങ്ങൾ. ഞാൻ ഇപ്പോൾ വന്നത് ഇന്നത്തെ മാച്ചും അതുപോലെ തന്നെ നമ്മുടെ ഇന്നലത്തെ വിരാട് കോഹ്ലിയുടെ പെർഫോമൻസും ഒന്ന് ഒന്ന് കുറച്ച് നിമിഷം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി. ഇപ്പോഴും T20 ബാറ്റേഴ്സ് ധാരാളം വരുന്നുണ്ടല്ലേ ഈ ഒരു ടൈമിൽ. ധാരാളം T20 ബാറ്റേഴ്സ് വന്നു പോകുന്നുണ്ട്. ഓക്കെ, 300 സ്ട്രൈക്കിലേക്ക് ബാറ്റ് ചെയ്യുന്നുണ്ട്, ഹൈ ബാക്ക് ലിഫ്റ്റ് ഉള്ളവരുണ്ട്, ഏത് പൊസിഷനിലും സ്ട്രൈക്ക് റേറ്റ് റേസ് ചെയ്യാൻ ടാലൻ്റ് ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വിരാട് കോഹ്ലി എന്ന പ്ലെയറിൻ്റെ തട്ടിപ്പോഴും താണ തന്നെയാണ് ഇരിക്കുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്നലത്തെ ഒരു ഇന്നിങ്സ്. ഒരു 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 കളി എങ്ങനെ കൊണ്ടുപോകണമെന്ന് പ്ലാൻ ചെയ്ത് സ്വയമായിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് അസസ് ചെയ്ത് ഏത് ബോളറിനെ എപ്പോൾ അറ്റാക്ക് ചെയ്യണം, എങ്ങനെ ഗെയിമിനെ ഫുള്ള് കൺട്രോളിൽ കൊണ്ടുവരണം, ഒരു കാരണവശാലും ഓപ്പോസിറ്റ് ടീമിന്റെ കയ്യിൽ എങ്ങനെ കൺട്രോൾ കൊടുക്കാതിരിക്കണം, ഇതെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് വിരാട് കോഹ്ലി ബാറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിരാട് കോഹ്ലി ചേസ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത് അല്ലേ. മൊത്തത്തിൽ കോമൺ ആയിട്ട് കുറച്ച് ഹേറ്റേഴ്സ് ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പേഴ്സണലി വിരാട് കോഹ്ലിയുടെ ഒരു ഫാനാണ്. അദ്ദേഹം 0-ന് 2-3 തവണ ഔട്ടായെന്ന് പറഞ്ഞാലും ചില മാച്ചിൽ റൺസ് എടുക്കാതെ അല്ലെ സ്ട്രൈക്ക് റേറ്റ് പതിയെ കളിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ അദ്ദേഹത്തെ ഹെയ്റ്റ് ചെയ്തില്ല. കാര്യം എന്താണെന്നറിയോ, ഹീസ് എ കംപ്ലീറ്റ് ബാറ്റർ. അതിന് പ്രത്യേകിച്ച് ഡെഫിനേഷൻ ഒന്നും തരണ്ടെന്ന് ഇന്നലത്തെ കളിയിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. നിങ്ങളെടുത്ത ഷോട്ട്സ് ഒക്കെ കണ്ടായിരുന്നു. അനുകൂൽ റോയ് സ്ട്രെയിറ്റ് അടിച്ച 6 വളരെ ഈസി ആയിട്ടാണ് കളിക്കുന്നത്. ടഫ് ലെങ്തുകളെ എങ്ങനെ കൗണ്ടർ ചെയ്യണമെന്ന് വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. നോക്കി പഠിക്കണം. അതാണ് വിരാട് കോഹ്ലി ഓൾവേസ് സെറ്റിംഗ് ആൻ എക്സാമ്പിൾ ടു ഓൾ ദ ജൂനിയർ പ്ലേയേഴ്സ്. അല്ലെ, നിങ്ങൾ ഫുൾ ത്രോട്ടിൽ നിങ്ങൾ കളിക്കുന്നവരായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ ടഫ് ബോളുകളെ അല്ലെങ്കിൽ ഒരു മികച്ച രീതിയിൽ പന്ത് എറിയുന്ന ബോളേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് വിരാട് കോഹ്ലിയെ നോക്കിയാൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. മിഡ് വിക്കറ്റിൽ അടിച്ച ഷോർട്ട് ഹാൻഡ് ജാബ് കണ്ടായിരുന്നു. ബാക്ക് ഹാൻഡ് യൂസ് ചെയ്തിട്ട് ഫ്ലിപ്പ് ചെയ്തൊരു 6. എന്നാ 6 അതൊക്കെ തന്നെ ഷോർട്ടാണ്. നോക്ക്, സുനിൽ നാരായണനെ പോലെയുള്ള ബോളർ ഓക്കെ മേ ബി റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് വിരാട് കോഹ്ലി കളിച്ചത്. എന്നാലും ഒരു മിഡ് വിക്കറ്റിൽ അടിച്ചൊരു ബൗണ്ടറി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. സുനിൽ നാരായണൻ ഇപ്പോൾ ടൈറ്റ് ലെങ്ത് ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെമ്പ് ലൈൻ കീപ്പ് ചെയ്തിട്ട് ഗുഡ് ലെങ്ത് എന്ന് പറയുമ്പോൾ ബാറ്റ്സ്മാന് ഫോർവേഡിൽ വരാൻ പറ്റുന്ന ലെങ്തിലല്ല അദ്ദേഹം എറിയുന്നത്. ഓക്കെ, ചിലപ്പോൾ ക്യാരം ബോൾ എറിഞ്ഞാൽ, ഓഫ് സ്പിൻ എറിഞ്ഞാൽ, ലെഗ് സ്റ്റെമ്പ് എറിഞ്ഞാൽ ടഫ് ലെങ്ത് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ടഫ് ലെങ്ത് പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഇപ്പം ബാക്ക് ഫുട്ടിൽ മിഡ് വിക്കറ്റിലേക്ക് ഒരു എടുത്ത ഷോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ബോഡിയുടെ ബാലൻസ്, വിരാട് കോഹ്ലിയുടെ ബോഡി ബാലൻസും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയുടെ ഫ്രണ്ട് ഫുട്ട് നിങ്ങളൊരു ബാക്ക് ഫുട്ടിലേക്ക് ഒരു ഷോട്ട് എടുക്കണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ ബോഡിയുടെ ബാലൻസ് പെർഫെക്റ്റ് ആയിരിക്കണം. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട് ഫുട്ട് യു ഹാവ് ടു മൂവ് അവേ ഫ്രം ദ ബോൾ പാത്ത്. വളരെ ഈസി ആയിട്ട് ലാഘവത്ത്, അതും ഞാനത് സുനിൽ നാരായണനെ പോലെയുള്ള ഒരു ബോളർക്കെതിരെ എടുത്ത ഷോട്ടാണ് ഞാൻ പറഞ്ഞത്. എത്ര ഈസി ആയിട്ടാണ് അത് മിഡ് വിക്കറ്റിലേക്ക് പുള്ള് ചെയ്ത് വിരാട് കോഹ്ലി ബൗണ്ടറി അടിച്ചെന്ന് നമുക്ക് കാണാൻ പറ്റും. സോ ഇനി ഹേറ്റേഴ്സ് ഈ പറയുന്ന പോലെ മുംബൈ ഇന്ത്യൻസിന്റെ ആയിരിക്കും കൂടുതൽ ഹേറ്റേഴ്സ് കിങ്ങിണിന്നും ചൊക്ലിന്നും ഒക്കെ വിളിച്ച് വളരെയധികം ഇങ്ങനെ പറയുന്നതാണ്. പിന്നെ ഇതൊരു IPL സീസൺ ആകുമ്പോൾ ഫാൻ ഫൈറ്റിന്റെ ഒരു സമയം കൂടെ ആണല്ലോ. എന്നാലും വിരാട് കോഹ്ലിയെ പോലുള്ള പ്ലെയറിനൊക്കെ നമ്മൾ കളിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഹി വിൽ കം ബാക്ക് അറ്റ് എനി ടൈം. ഓക്കെ, എന്ന് പറഞ്ഞാൽ 0 കിട്ടാത്തവർക്ക് ഇപ്പം ഞാൻ അടിച്ചതിൽ 2-0 കൂടെ ഉണ്ട്, നിങ്ങൾ വേണം നോക്കിക്കോളാൻ എന്ന് പറഞ്ഞ് ഈസി ആയിട്ട് വിരാട് കോഹ്ലി അത് കാണിച്ചു കൊടുത്തു. ഹൗ an international player can come back. എങ്ങനെ വളരെ അത് ബാറ്റ് ചെയ്തപ്പോൾ എനിക്ക് അത്ര പ്രഷറുള്ളതായിട്ട് തോന്നിയില്ല. വിരാട് കോഹ്ലിക്ക് വളരെ ഈസി ആയിട്ടാണ് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് അങ്ങ് പോവുകയാണ്, റോളർ കോസ്റ്റർ പോലെ. റെസ്പെക്ട് ചെയ്യുന്ന ബോൾ റെസ്പെക്ട് ചെയ്യുക, ബൗണ്ടറി അടിക്കുന്ന സമയത്ത് ബൗണ്ടറി അടിക്കുക. പെട്ടെന്ന് തോന്നി ഓവർ അഗ്രസീവ് കളിക്കുകയാണെന്ന് നമുക്ക് തോന്നത്തില്ല. ബട്ട് ഹി പ്ലേഡ് റിയലി വെൽ. നിയർലി 190 സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നു വിരാട് കോഹ്ലിക്ക്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം, നമുക്ക് കളി കാണുമ്പോൾ നമുക്ക് തോന്നുമില്ല പെട്ടെന്ന് ഹൗ ഈസ് റേസിങ് സ്ട്രൈക്ക് റേറ്റ് നമുക്ക് തോന്നില്ല. പക്ഷെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് വിരാട് കളിക്കുന്നത്. അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഇനി അദ്ദേഹത്തെ വെച്ച് വേറെ ഒരു T20 ബാറ്ററായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. ഇന്നത്തെ കളിയുടെ അവസ്ഥ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പം അടുത്ത 2 കളി ജയിച്ചാലും 17 എന്ന ഫിഗറിൽ അവർക്ക് എത്താൻ പറ്റും. അടുത്ത കളി RCB ആയിട്ടാണ്. ഞാനൊരു RCB ഫാനാണ് കേട്ടോ. അപ്പോൾ ബോളിങ്ങിന്റെ സമയത്ത് ഇന്നത്തെ കളിയിൽ മുംബൈ എത്ര റൺ വിട്ടു കൊടുത്തു അവസാനം 3 ഓവേഴ്സ്, അതിനോടൊപ്പം മത്സരിച്ചായിരുന്നു പഞ്ചാബ് ബോളേഴ്സും കൊടുത്തത്.
ഏഹ്, എന്ത് മോശം ബോളിംഗാണ്, എന്ത് വളരെ ചീപ്പായ ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. ടഫായ ബോളിങ്ങിൽ ഒരു ബാറ്റ്മാൻ കൗണ്ടർ ചെയ്ത് റൺ എടുത്താൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഇങ്ങനെയാണോ ബോൾ ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ആർക്ക് യോർക്കർ ലെങ്ത് എറിയാൻ ഒരു ഈ ഒരു സിറ്റുവേഷനിൽ യോർക്കർ ലെങ്ത് എറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചലഞ്ച് ആരും ഏറ്റെടുക്കത്തില്ല, വൈഡ് ലെങ്ത് എറിയാനേ നോക്കത്തുള്ളൂ. ശരി, അങ്ങനെയാണെങ്കിൽ തന്നെ ക്യാപ്റ്റൻ സെറ്റ് ചെയ്ത ഫീൽഡിനനുസരിച്ച് പ്ലാൻ ചെയ്യണ്ടേ. ഇന്ന് നമ്മൾ കണ്ടാണ് ഹർഷദീപിന്റെ, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഓവർ തൊട്ട് മുമ്പത്തെ ഓവർ ഹർഷദീപ് ആ ഓവറിൽ അധികം റണ്ണ് വിട്ടുകൊടുത്തില്ല. ബൗണ്ടറി ഇമ്പോർട്ടന്റ് ബൗണ്ടറിയാണ്. ആ ബൗണ്ടറി പോയ വിധം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫീൽഡിങ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിഡ് വിക്കറ്റിൽ ഫീൽഡർ ഇട്ടിട്ടുണ്ട്, ഡീപ് സ്കോർ ലെഗിൽ ഫീൽഡർ ഉണ്ട്, ലോങ് ഓണിൽ ഫീൽഡർ ഉണ്ട്, പിന്നെ പോയിന്റിൽ ഫീൽഡർ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ തേർഡ് മാൻ ഓഫ് സൈഡിൽ, നിങ്ങളുടെ തേർഡ് മാൻ റിങ്ങിനകത്താണ്. റിങ്ങിന് വെളിയിൽ പോയിന്റ് മാത്രം, ഡീപ് പോയിന്റ് മാത്രമുള്ള റിങ്ങിന് വെളിയിൽ. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഓഫ് സ്റ്റമ്പിന് വെളിയിൽ എന്തിനാണ് പന്തെറിയുന്നത്? ഒരു നിങ്ങളെ ഒരു മിസ്റ്റേക്ക്, ഓക്കെ, ഒരു ക്യാപ്റ്റൻ ഒരു ഫീൽഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞപ്പോഴേ ഹർഷദീപ് ഓർത്ത് എന്റെ ഫീൽഡിങ് ഇങ്ങനെയാണെന്ന്. അപ്പൊ പിന്നെ അടുത്ത ബോൾ സ്റ്റെമ്പയിലോട്ടിട്ട് ഓക്കെ എന്ത് കാരണം അതിൽ ജസ്റ്റ് ഒന്ന് ബാറ്റ് വെച്ച് കൊടുത്താൽ മതി. ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു പ്രോപ്പർ ഷോട്ട് അല്ലാതെ, പ്രോപ്പർ ടൈമിംഗ് അല്ലാത്ത ഒരു ഷോട്ട് വെച്ച് കൊടുത്താലും മതി. ഇങ്ങനത്തെ സമയത്ത് ചിലർ ബ്ലഫ് ചെയ്യുന്ന ടൈപ്പ് ഡെസിഷൻസ് എടുക്കാറുണ്ട്. ഒരു പക്ഷേ ഷോർട്ട് മിഡ് വിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾ ബൗൺസ് ചെയ്ത് പ്രതീക്ഷിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്യാം, ഓക്കെ, അത് ചെയ്യുന്ന രീതികൾ ചില ക്യാപ്റ്റൻസ് അവലംബിക്കാറുണ്ട്. പക്ഷെ അത് ഈ ഒരു സമയത്ത് ശ്രേയസ് അയ്യർ ഹർഷദീപിനോട് പറയാണ്, നീ ഇങ്ങനെ എറിയാൻ പറയുമ്പോൾ ഇങ്ങനെ എറിഞ്ഞിട്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക്? അപ്പം ഒന്നുകിൽ ബാറ്റ്സ്മാന്റെ ടാലന്റ് കൊണ്ട് ഒരു ബാറ്റർ റൺ എടുക്കുന്നതും ബോളർ ഇട്ട് കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വളരെ മോശം ബോളിംഗ്, പൂവർ ലെങ്ത് എന്ന് പറഞ്ഞാൽ വെറുതെ ഷോർട്ട് ഓഫ് ദ ലെങ്ത്, വൈഡ് ഓഫ് ദ ഓഫ് സ്റ്റം അടിക്കാൻ പാകത്തിന്. അതുപോലെ ഇന്ന് ശ്രേയസ് അയ്യരുടെ ഒരു ഡെസിഷൻ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടായിരുന്നത്, ഓക്കെ, നിങ്ങളുടെ ലീഡ് സ്പിന്നറാണ് യുസ്വേന്ദ്ര ചഹൽ. ഹി ഗേവ് അവേ 12 റൺസ് 3 ഓവേഴ്സ്. നിങ്ങൾ സ്ട്രാറ്റജിക് ടൈം ഔട്ട് വരുമ്പോൾ ബാറ്റ്സ്മാൻ ഫുൾ ത്രോട്ടിൽ ആകുന്നതിന് മുമ്പ് തന്നെ വിക്കറ്റ് വീഴുമ്പോൾ ആളെ കൊണ്ടുവരണ്ടേ? 15 ഓവർ കഴിഞ്ഞിട്ട് 15 ഓവർ കഴിഞ്ഞിട്ട് 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ് നിൽക്കുമ്പോഴാണോ യുസ്വേന്ദ്ര ചഹലിനെ അടിച്ച് തൂക്കിയില്ല 20 റണ്ണ് ആ ഓവർ അടിച്ചു? അതിന് ചഹലിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇറ്റ്സ് ഇൻ ദ ആർക്ക്, ദേ വിൽ പ്ലേ സ്ലോ ബോൾസ് വെരി നൈസ്ലി അറ്റ് ദാറ്റ് ടൈം. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഒരു പ്രഷർ എക്സേർട്ട് ചെയ്താണ് ചഹലിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് മിഡിൽ ഓവേഴ്സ്. അത് തീർത്തോണം. പിന്നെ അവസാനം, കാരണം സ്പിന്നേഴ്സിന് അത്ര അധികമായി ഹെൽപ്പ് ചെയ്യുന്ന പിച്ചാണ്, ഓക്കെ, ഒരു പക്ഷേ ഈ ഒരു ഡെസിഷൻ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഒരു മിസ് ഹിറ്റ് അല്ലെങ്കിൽ പ്രോപ്പർ ടൈമിംഗ് അല്ലാത്ത ഷോട്ട്, കാരണം ലെഗ് സ്പിന്നർ ആണല്ലോ, എങ്ങനെയാണെങ്കിലും മേ ബി ഗൂഗിൾ എറിഞ്ഞാൽ കൂടെ തന്നെ ബാറ്റർക്ക് ഒരു മിസ്റ്റേക്ക് വരും. അങ്ങനെ ഒരു കാര്യം ഇവിടെ ഇല്ല. പിന്നെ എന്തിനാണ് 15 ഓവർ കൊണ്ടുവന്ന്? ഹി ഷുഡ് ഹാവ് ബോൾ ഏർലിയർ. മിക്കവാറും ടൈം ഔട്ട് കീപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇയാളെ കൊണ്ടുവന്നിട്ട് മൊമെന്റം ബ്രേക്ക് ചെയ്യുക. കാരണം അന്നേരം ഓൾറെഡി ഇവർ ഫോമിൽ കളിക്കുന്നില്ലായിരുന്നു. കാരണം ഓൾറെഡി ലാസ്റ്റ് 4 ഓവേഴ്സിൽ ഇവർ റൺ അടിച്ച് കയറ്റുന്നത്. ലാസ്റ്റ് 45 ഓവേഴ്സ് നല്ലോണം പ്രഷറൈസ് ചെയ്യരുത്. ഇങ്ങനെ കുറെ മിസ്റ്റേക്കുകളൊക്കെ കണ്ട് എനിവേ പഞ്ചാബിന്റെ അവസ്ഥ കുറച്ച് ശോകമാണ്. നമുക്ക് ഐ തിങ്ക് RCB നാളെ, ഞാൻ RCB ഫാൻ ആയതുകൊണ്ട് പേഴ്സണലി RCB ജയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം നമുക്ക് ക്വാളിഫയർ മസ്റ്റാണ്. കാരണം ഇനിയിപ്പം പൊതുവെ RCB ട്രോളാൻ വേണ്ടി നോക്കിയിരിക്കും, എന്നെ ഒരു ഫ്ലൂക്ക് ആയിട്ട് കപ്പ് അടിച്ചു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഫ്ലൂക്ക് കപ്പായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ചാമ്പ്യൻ ടീമിന് വേണ്ട, ഡിഫെൻഡിങ് ചാമ്പ്യന് വേണ്ട ഫുൾ ക്വാളിറ്റിയോട് കൂടി ഇത്തവണ RCB കളിച്ചിട്ടുണ്ട്. സോ ഐ തിങ്ക് ദേ ഡിസേർവ് 2 ചാൻസസ്. സോ അടുത്ത കളി ജയിച്ച് നമുക്ക് എങ്ങനെയും ക്വാളിഫയർ കയറാൻ മാക്സിമം ശ്രമിക്കാം. അപ്പം വീണ്ടും കാണുന്നവരെ ടാറ്റ, സി യു ലേറ്റർ, ബൈ.